ബാ ചങ്ങായിമാർ, നമുക്കിന്നുണ്ടല്ലോ തമിഴ്നാട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ. ബാ. മുട്ടദോശ നൽകിയില്ലെന്ന പേരിൽ വെജിറ്റേറിയൻ ഹോട്ടൽ ഉടമയെ വെട്ടി പരിക്കേൽപ്പിച്ചു. ചെന്നൈ അമ്പത്തൂരിലാണ് സംഭവം. 3 പ്രതികൾ അറസ്റ്റിലായി. സെയിം പിച്ച് കേരളത്തിലും അങ്ങനെ തന്നെ. അവിടെ മുട്ടദോശ ആയിരിക്കും, ഇവിടെ ചിലപ്പോൾ പൊറോട്ട ആയിരിക്കും. അവിടെ മട്ടനായിരിക്കും, ഇവിടെ ചിക്കൻ ആയിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ബാക്കിയെല്ലാം കണക്കന്നെ. പാതിരാത്രിയാകുമ്പോൾ കള്ളും കഞ്ചാവും മയക്കുമരുന്നും നക്കി മൂഞ്ചിട്ട് ബോധമില്ലാണ്ട് വരും. നിങ്ങൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് അവരുണ്ട് പറയുന്ന സാധനം അവർക്ക് ഉണ്ടായിക്കോണം. അവർക്ക് നക്കി മൂഞ്ചാണ്. ബാക്കി കാണാലോ. മുട്ടദോശ ആവശ്യപ്പെട്ടു. വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന മറുപടി നൽകിയ വെയിറ്ററോട് തട്ടിക്കയറി. തുടർന്ന് മണികണ്ഠൻ എന്നയാൾ ക്യാഷ് കൗണ്ടറിലെത്തി ഹോട്ടലുടമ ഇളവരശനെ വാൾ കൊണ്ട് വെട്ടുകയായിരുന്നു. ഹായ്, അതും സെയിം പിച്ച്. അവിടെ വടിവാളാണെങ്കിൽ ഇവിടെ കൊടുവാളായിരിക്കും. അവിടെ കമ്പിപ്പാരാങ്കിൽ ഇവിടെ ഓഗസ്റ്റിക് ആയിരിക്കും. ഈ ആൾക്കാർ ആക്രമിക്കുന്ന സാധനം മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം പിച്ച്. പക്ഷെ ഇതിൻ്റെ ട്വിസ്റ്റ് അത് നമുക്കൊന്ന് കാണാല. അറസ്റ്റിലായ മണികണ്ഠൻ, ശശികുമാർ, മുത്തു എന്നിവർ സ്ഥിരം കുറ്റവാളികളാണെന്നും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുളിര് കോരിയില്ലേ, ഒരു രോമാഞ്ചം വന്നില്ല, നിങ്ങളുടെ രോമം എഴുന്നേറ്റിട്ടില്ലേ? അവർ നാടകത്തിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റി നിൽക്കുന്നില്ല. അവർ മറ്റേ പ്രച്ഛന്ന വേഷത്തിന് പിച്ചക്കാറായിട്ട് നിൽക്കുന്നില്ല കേട്ടാ. നമുക്ക് കാണാല. ബൈക്കിൽ കയറി രക്ഷപ്പെട്ട അക്രമി സംഘത്തെ സമീപത്തെ ശ്മശാനത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റിലായ മണികണ്ഠൻ, ശശികുമാർ, മുത്തു എന്നിവർ സ്ഥിരം കുറ്റവാളികളാണെന്നും ഹോട്ടലുകൾ കയറി പ്രശ്നമുണ്ടാക്കുന്നത് പതിവാണെന്നും പോലീസ് പറഞ്ഞു. ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ പണം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്നും പോലീസ് വ്യക്തമാക്കി. അങ്ങനെ ആയിരിക്കണം പോലീസ് എന്ന് പറഞ്ഞാൽ. കണ്ട ആ അവസ്ഥ കണ്ടനായിട്ടുകളെ. ഇനി വെജിറ്റേറിയനിൽ പോയി കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ചോദിക്കില്ല, നോൺ വെജ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നോൺ വെജും ചോദിക്കില്ല, അതിൽ ഭക്ഷണം വരെ ചോദിക്കില്ല. പച്ച വെള്ളം കുടിച്ചിട്ട് അവരിറങ്ങിപ്പോവും. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. തമിഴ്നാട് ഒരൊറ്റ ചാനൽ ഇതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അവർക്ക് മർദ്ദനം പോലീസിലെടുക്കുന്നേറ്റതാണോ അല്ലെങ്കിൽ അവർ ഓടുമ്പോൾ വീണതാണോ ഒന്നൊന്നും ചോദിച്ചില്ല. ഇതോടത്തെ ഏഷ്യാനെറ്റ് വരെ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഇത് കേരളത്തിലാണെങ്കിൽ നമ്മൾ ഏഷ്യാനെറ്റ് ആയാലും ഏത് മാധ്യമമായാലും ഇതിൻ്റെ പിന്നാലെ പെടും. അവർക്ക് പിടിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ കൈക്ക് കെട്ടുണ്ടായിരുന്നു, അവർക്ക് എവിടെ നിന്നാണ് മർദ്ദനം കിട്ടിയത്, പോലീസ് ചെയ്തതാണോ എന്നും പറഞ്ഞിട്ട് മനുഷ്യാവകാശ പ്രവർത്തകർ അങ്ങനെ കുറേ എണ്ണം കൂടി നമ്മളെ പോലീസിനെ ടോർച്ചർ ചെയ്യും. ഇതും കൂടി മെയിൻ വിഷയമാട്ടോ. തമിഴ്നാട് പോലീസിനെ പോലെ തന്നെ അന്യത്തിൽ കേരള പോലീസിന് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും കുറേ കണാപ്പന്മാരും വിടൂല. അതിൽ ഇങ്ങനെ വരണം കേട്ടാ. ഇങ്ങനെ വരുന്നൊരു കേരളമാണ് എൻ്റെ സ്വപ്നം. നിങ്ങളതോ അതിൻ്റെയാണെന്ന് എനിക്കറിയാം. എന്നാൽ പിന്നെ ഓക്കെ കേട്ടോ.